വീണ്ടും വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു മൺകലത്തിനകത്ത് പാല് ചൂടോട് കൂടി തന്നെ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വാഴയില വാട്ടി അതിനെ ഒന്ന് മൂടി കെട്ടി വെക്കുന്നുണ്ടെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ടിരുന്നതിനെ കൊണ്ട്. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തുടക്കം മുതൽ കണ്ടാൽ മാത്രമല്ലേ നമുക്ക് ലാസ്റ്റ് വരെ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോഴന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തൈര് എടുക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോയിൽ കാണിക്കാമെന്ന്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു തൈരിനെ എടുക്കുന്നത്. അപ്പോൾ വാഴയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കരിഞ്ഞ മാതിരിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വെച്ചത് എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അന്ന് നമ്മളൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നല്ല ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു കറിവേപ്പിലയുടെ ഒരു മണമൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൺകലത്തിനകത്ത് പാല് കാച്ചിയിട്ട് കുറച്ച് തൈരൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു തൈര് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല കൊഴുപ്പോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ടേ. പിന്നെ ഇപ്പോൾ ഒരുപാട് പേരും പാക്കറ്റ് തൈര് മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാക്കറ്റ് തൈര് മേടിക്കുന്നവർക്ക് ഈ ഒരു തൈരിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ കഴിച്ചിട്ടുള്ളവർക്കും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരെന്തായാലും ഇതുപോലെ കുഞ്ഞു മൺകലമൊക്കെ മേടിച്ചതിന് ശേഷം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി, നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ തൈര് എടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിട്ടു പോകരുത്. നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മോരുകറിക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ഏറ്റവും കൂടുതൽ തൈര് ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പച്ചമോരുണ്ടല്ലോ, അതിനകത്ത് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളക് അങ്ങനെ ഇട്ടിട്ടാണ് ഇവിടെ നമ്മൾ ചോറിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത്. അങ്ങനെ അധികം അങ്ങനെ നമ്മൾ മോരുകറി അങ്ങനെ വെക്കാറില്ല. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ ഒരു തൈരിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഇതുപോലെയാണല്ലോ മൺകലത്തിനകത്തൊക്കെ റെഡിയാക്കി എടുക്കും. മൺകലത്തിൽ വെക്കുമ്പോൾ നല്ല തണുപ്പോട് കൂടി തന്നെ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ചോറ്റുപാത്രത്തിൽ അല്ലെങ്കിൽ അടപ്പുള്ള ചെറിയ ബോട്ടിൽ അങ്ങനെയുള്ളതിൽ വെച്ചെടുത്താലും നമുക്ക് ഈ ഒരു മൺകലത്തിൽ വെക്കുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല. പിന്നെ ഇപ്പോഴും ഞാനിതിൽ കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു മൺകലത്തിൽ. അത് നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന മോരും വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ അത് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ്. അതിൽ നാടൻ കറിവേപ്പില ഒരു തണ്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇഞ്ചി കുഞ്ഞായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ചതച്ച് തന്നെ ചേർക്കാനായിട്ട് നോക്കണം. ആവശ്യത്തിന് ഉപ്പുനീരും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതൊരു തണുപ്പോട് കൂടി തന്നെ നമുക്ക് എടുക്കാനും പറ്റും. അത് മാത്രമല്ല, ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് മൺകലത്തിൽ വെച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മോരും വെള്ളത്തിൻ്റെ കറക്റ്റ് ആ ഒരു തണുപ്പ് നല്ല ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. പിന്നെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫാമിലിയിലുള്ളവർ അവരുടെ കമൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വിട്ടു പോകരുത്. നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കണം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു തൈരിൻ്റെയൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ല്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുതേ.